ഇത് 6 വർഷം മുൻപ് പണിത വീടാണെങ്കിലും അതിൻ്റേതായ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. എൻ്റെ പേര് MP ജോസഫ്, വീട്ടുപേര് മേലേമഠത്തിൽ, കൊടുളഞ്ഞിയാണ്. ഞാൻ സ്വദേശത്തും വിദേശത്തുമൊക്കെ പല സ്ഥലങ്ങളിലും ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ പോയെങ്കിലും നാട്ടിൽ വന്ന് താമസിക്കുന്നുള്ളൊരാഗ്രഹമായിരുന്നു. എൻ്റെ പണിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പം ഇതൊരാളിനെ ഏൽപ്പിക്കാൻ, ഒരു ആർക്കിടെക്റ്റിനെ പോലെയുള്ള ക്വാളിഫൈഡ് ആയിട്ടൊരാളുണ്ടായിരിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചു. മനോയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അത് മനോ നല്ല രീതിയിൽ ഏറ്റെടുത്തു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡിസൈൻ, ഫ്രണ്ട് ഇങ്ങനൊരു ഈ ഷേപ്പിൽ വരണമെന്നുള്ളത് ആഗ്രഹമായിരുന്നു. അത് മനോയോട് പറഞ്ഞു. അത് ഞാൻ ഉദ്ദേശിച്ചതിലും ഭംഗിയായിട്ട് മനോ ഡിസൈൻ ചെയ്തു. അതോടൊപ്പം തന്നെ ഇൻറ്റീരിയർ ആയാലും ചില കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ മനോയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എന്താ പറയുക, ഒരു എസ്തെറ്റിക് സെൻസ് എന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു കലാബോധം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അത് വളരെ ഭംഗിയായി. ഗേറ്റിൽ നിന്ന് നേരെ കയറത്തക്കോണമാണ് ലെഫ്റ്റ് സൈഡിൽ കാർ പാർക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൻ്റെ പ്രത്യേക ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വരാന്ത ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ മുൻവശം പ്രത്യേകം കെട്ടി ചെടികളൊക്കെ വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. എപ്പോഴും അവിടെ കയറി വരുമ്പോൾ മെയിൻ ഹോളാണ്. ആ മെയിൻ ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റെയർ കേസ്. ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു എല്ലാ മുറികളും താഴെയായിരിക്കണം എന്നുള്ളത്. അതുപോലെ ഈ മെയിൻ ഹോളിൽ നിന്ന് എല്ലാ മുറികളുമായിട്ടും ആക്സസ് ഉണ്ട്. ഇവിടെ ഡൈനിങ് ഹോളും കിച്ചണും തമ്മിലൊരു കൗണ്ടർ ടോപ്പ് ഉണ്ട്. ആ കൗണ്ടർ ടോപ്പിൻ്റെ ഉദ്ദേശം, ഞങ്ങൾ രണ്ടുപേരൊക്കെ തന്നെ ഉള്ളപ്പം വേണ്ടി വന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള സൗകര്യം, അതിനാണ് പ്രത്യേക ഒരു സീറ്റുമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയൊന്നും ചെയ്യാറില്ലെങ്കിൽ തന്നെയും ഒരു ഓപ്പൺ സ്പേസ് എന്നുള്ള നിലയിൽ കമ്മ്യൂണിക്കേഷനും എന്തെങ്കിലും സാധനം അടുക്കളയുമായിട്ട് ബന്ധപ്പെടാൻ ഇത് ഇങ്ങനെ ചെയ്തപ്പം ഈ അടുക്കളയ്ക്ക് അടവില്ല എന്നുള്ള രീതിയിൽ പലരും അഭിപ്രായം പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇപ്പോഴത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് ഒത്തിരി സൗകര്യമായിട്ട് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ മനോയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടത്, ഈ സൺലൈറ്റ് നമുക്ക് കിട്ടത്തക്കവണ്ണം ഉള്ള സംവിധാനങ്ങൾ അത് വളരെ പ്രയോജനം ചെയ്യുന്നു. പ്രത്യേകിച്ച് അടുക്കള പോലുള്ള സ്ഥലങ്ങളിൽ ആ സ്റ്റെയറിൻ്റെ അവിടെയൊക്കെ എപ്പോഴും നല്ല വെളിച്ചമായിരിക്കും. ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ മനോയുടെ ഒത്തിരി ജോലിത്തിരക്കിടയിൽ അത് സാധിക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എങ്കിലും മനോ പണി ഏറ്റെടുത്തു. വളരെ ഭംഗിയായി മനോയുടെ ടീം MKJ ഡിസൈൻ. ഇത് 6 വർഷം മുൻപ് പണിത വീടാണെങ്കിലും അതിൻ്റേതായ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഡിസൈൻസിനെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഡിസൈൻ എന്നുള്ള നിലയിലാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അറിയുന്നിടത്തോളം വളരെ വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ വിശ്വാസവും അത് സത്യവുമാണ്. എല്ലാ നന്മകളും ഈ ഫേമിന് നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.